എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണത്തിന് സദ്യയ്ക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പച്ചടിയുടെ റെസിപ്പി നോക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ്. കുറച്ച് മധുരവും അതുപോലെ തന്നെ എരിവും പുളിയൊക്കെ ഉള്ള ഒരു അടിപൊളി പച്ചടിയാണ്. അപ്പോൾ സദ്യയ്ക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, എങ്കിൽ കൂടി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പച്ചടി ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അധികം താമസിയാതെ ഈ ഒരു പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് പഴുത്തൊരു പൈനാപ്പിളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു പൈനാപ്പിൾ വേണ്ട, നിങ്ങളുടെ അളവനുസരിച്ചിട്ട് കൂട്ടുകോരൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ ഒരു കാൽഭാഗമാണ് എടുത്തിട്ടുള്ളത്. പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം. ഇത് നമുക്ക് പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാൻ നേരത്ത് നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ആ ഒരു പൈനാപ്പിൾ പച്ചടിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നത്, കളറും എരിവും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പൈനാപ്പിൾ വേവാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഒരു 3-4 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കണം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ പൈനാപ്പിളിവിടെ കുക്കായി വന്നിട്ടിട്ട് അപ്പോൾ 4 വിസിൽ കഴിഞ്ഞിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങാ ചിരകി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അവസാനം ഒന്ന് ചതച്ചെടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ചിട്ടും അരയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു വലിയൊരു പച്ചമുളക്, നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മളതിലേക്ക് കടുക് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും തരികൾ പാടില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി തീ കുറച്ചൊന്ന് കൂട്ടിയിട്ടിട്ട് ഈ ഒരു അരപ്പ് ഈ ഒരു പൈനാപ്പിൾ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വറ്റി വരണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ ഒരു അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയിട്ട് കുറച്ചൊന്ന് കുറുകി വരണം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരൊന്നും ഉടച്ചു വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ടി തൈരും ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പച്ചടി ഇരിക്കുന്നതോറും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനി ഒരുപാട് തിളപ്പിക്കരുത്. നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് ഈ ഒരു പച്ചടിക്ക് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പച്ചടി നമ്മൾ ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇനിയും 2-3 പച്ചടികളും അതുപോലെ തന്നെ തൊടുകറികളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ നമ്മൾ Q&Aയും ഗിവവേയുടെയും വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ ഇനിയുള്ള വീഡിയോസിൽ നമ്മുടെ ഗിവവേ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻസിൽ നിന്നാണ് നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത എപ്പിസോഡുകളൊക്കെ മറക്കാതെ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.